ഞാൻ എൻ്റെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. പൊടിയായ കമ്പോസ്റ്റ് കുറച്ചുകൂടി ഇതിലുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള കമ്പോസ്റ്റ് തന്നെയാണ് ഇത്. കരിയിലയും വാഴ വെട്ടിയ വേസ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായും കോരിയെടുത്തിട്ട് ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇത് കമ്പോസ്റ്റ് ആക്കിയതെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കോരിയെടുക്കുമ്പോൾ തന്നെ കാണുന്നില്ല, ഇതിൽ ഇത്തിരി ഈർപ്പം പോലും ഇല്ല. നല്ല പൊടി പൊടിയായിട്ടുള്ള കമ്പോസ്റ്റാണ്. നമുക്ക് വേറെ വളമൊന്നും ആവശ്യമില്ല. രണ്ടാമത്തെ കമ്പോസ്റ്റ് ബിന്നിലും ഏകദേശം കമ്പോസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനിയിപ്പോൾ 1-2 മാസം കഴിയുമ്പോഴത്തേക്കും അതും കമ്പോസ്റ്റായി മാറും. ഇതിൽ ഞാൻ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊന്നും ഇടാറില്ല. പിന്നെ മുട്ടത്തൊണ്ട് വേറെ തന്നെ പൊടിച്ച് വെക്കലാണ്. ഈ വീപ്പയുടെ പകുതിയോളം കമ്പോസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് ഞാൻ 15 ദിവസം കൂടുമ്പോൾ ചെടിക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ വീപ്പ കാലിയാക്കി 2-2.5 ബക്കറ്റോളം ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇതിന് അടിയിൽ ഒരു ഹോൾസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്താൽ വേണമെങ്കിൽ അതിൽ നിന്ന് സ്ലറി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചച്ചാണകം ആദ്യം കലക്കി വെക്കാം. പച്ചച്ചാണകം ഇല്ലെങ്കിലും കുറച്ച് കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. ചാക്കിൽ ഇത് മാവിൻ്റെ ഇലയാണ്. മാവിൻ്റെ ഇല നല്ല ഉണങ്ങിയ ഇലയാണ്, പച്ച ഇലകളൊന്നും ഇതിലില്ല. മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ബദാമിൻ്റെ ഇല അതൊക്കെ വേഗം പൊടിഞ്ഞ് കമ്പോസ്റ്റായി മാറും. ഇനി അതിൻ്റെ മീതെ നമുക്ക് പച്ചച്ചാണകം കലക്കി വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അധികം നേർപ്പിച്ചിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെ ചാണകം കലക്കി വെച്ചാൽ മതി. അതിന് മീതെ നമുക്ക് ഉണങ്ങിയ വാഴ ഇലകൾ മുറിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. വാഴേൻ്റെ ഉണങ്ങിയ ഇലകൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ മീതെയും നമുക്ക് ഈ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ ഒരാഴ്ചയായിട്ട് എടുത്തു വെച്ച പച്ചക്കറി വേസ്റ്റാണ് ഇത്. ഇതിൽ വേറെ മീനിൻ്റെ വേസ്റ്റോ ഭക്ഷണ വേസ്റ്റോ ഒന്നുമില്ല. പഴത്തോട്, ഉള്ളിത്തൊലി അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റുകളും പഴത്തൊലിയും മാത്രമേ ഉള്ളൂ. ഇതിന് മീതെ നമുക്ക് കുറച്ച് പച്ചപ്പുല്ല് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചക്കറി ചെടിയിലെ ചുവട്ടിൽ നിന്ന് പറിക്കുന്ന കളകൾ ഉണ്ടാവില്ലേ, അതും അല്ലെങ്കിൽ ശീമക്കൊന്ന ഇല അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് മീതെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചാക്കിൽ കൂടെ ഞാൻ ഈ കരിയില വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ കരിയില കൂടി ഇടുമ്പോഴാണ് നമുക്ക് നല്ല കറുത്ത പൊടി പൊടിയായിട്ടുള്ള വളം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നത്. വെറും പച്ചക്കറി വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് സമയം പിടിക്കും ഇത് കമ്പോസ്റ്റായി കിട്ടാൻ. ഇത് കരിയില കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേഗം കമ്പോസ്റ്റായി കിട്ടുന്നത്. ഒരു ദുർഗന്ധവും ഉണ്ടാവുകയില്ല. അതിന് മീതെ നമുക്ക് കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ചപ്പുല്ല് കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം
വാഴക്കൊല വെട്ടിയിട്ടുള്ള വേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വാഴയുടെ ഇലകളും ചെറുതാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഴക്കൊല വെട്ടിയിട്ടുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ച് അതിൽ മണ്ണിട്ട് ചെടി നടുകയാണെങ്കിൽ അതും വേഗം കമ്പോസ്റ്റായി കിട്ടും. അതിന് മീതെ കുറച്ച് പച്ചക്കറി വേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് പിന്നീട് നമുക്ക് ഈ ചെറിയ ഹോൾസ് കൂടി ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കമ്പോസ്റ്റ് ബിന്നിൻ്റെ മൂടി രണ്ടും പൊട്ടിപ്പോയി, അതുകൊണ്ട് ബക്കറ്റിൻ്റെ മൂടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്.